വെൽക്കം അയ്യോ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഒരു സാധനത്തിലാണ് ഞാൻ തന്നെയല്ല പറയാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആദീസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ അടുത്ത് കുറെ കവറുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ് ഞാൻ തന്നെയല്ല പറയാ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രധാനമായി ഞാൻ കാണിക്കുന്നത്. സംഭവം ഇത് എന്താന്ന് വെച്ചാ ഞാനൊരു ഇതൊരു പ്ലാനിങ് ഇല്ലാത്ത വീഡിയോ ആയിപ്പോയി. സാധാരണ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ ചുമ്മാ വീഡിയോ എടുത്തോണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ പോയ സ്ഥലത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാനേ നിന്നില്ല. നമ്മൾ കുറേ നാളായി ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ട്. അത് വേറൊന്നല്ല, ഡ്രാഗൺ മാർട്ടിക്കാണ്. അത് ഞാനിവിടെ കൊടുക്കാം. ഡ്രാഗൺ മാർട്ട് എന്താന്ന് ഇവിടെ ദുബായിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഡ്രാഗൺ മാർട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ എന്താ പറയാ, നമ്മുടെ മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ ചന്ത, അങ്ങനത്തെ ഒരു ഡീസൻറ്റ് ചന്തയാണ് ഇവിടുത്തെ ഈ ഡ്രാഗൺ മാർട്ട് എന്ന് പറയണത്. ദുബായിക്കാരുടെ എല്ലാ ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം എനിക്ക് കുറേ നമ്മൾ രണ്ടുപേരും അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ എനിക്ക്. അപ്പോൾ ഓൺലൈൻ മേടിക്കണ്ട. ഓൺലൈനിൽ ഒരു വട്ടം ഞാൻ മേടിച്ചിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തായാലും ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. മെയിനായിട്ട് കാണിക്കാൻ എന്താ വെച്ചാൽ, എനിക്ക് അവിടെ പോയിട്ട് കുറേ മറ്റേ കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടു. അപ്പം അത് ഞാൻ വിചാരിച്ചൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാണ്. അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കിടക്കാം അൺബോക്സിങ്ങിലേക്ക്. ഞാൻ ഇങ്ങനെ കുറേ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കുറേ ഷോപ്പീസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ ഇങ്ങനെ മേടിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് വീട് നിറച്ചിങ്ങനെ ഓരോ സാധനങ്ങൾ നിരത്തി വെക്കാൻ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളെ കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കില്ല. അമ്മ പറയും ഇത് എവിടെയും വെക്കാൻ സ്ഥലമില്ല, ഒന്നും മേടിക്കണ്ടെന്ന് പറയും. ഇതിപ്പോൾ ഭർത്താവിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഇവിടെ ബാക്കിൽ ഇരുന്നത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് മേടിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറേ ഇഷ്ടമായി. ഓക്കെ, നല്ല പാക്കിങ്, അടിപൊളി പാക്കിങ് ഒക്കെ ആയിട്ട് അവർ തന്നേക്കുന്നത്. പൊട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊട്ടണ ഒരു സെറാമിക് അല്ലേ, സെറാമിക് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ പാടത്തെ പുല്ലേ അത് കണ്ട. ഇപ്പൊ ഇത് കാണുന്ന ഇപ്പൊ എന്റെ വീട്ടുകാരൊക്കെ വിചാരിക്കും ഇത് എന്തൊട്ട് അവള് മേടിച്ച പാടത്തെ പുല്ലാണോന്ന്. എന്തൊക്കെയോ പൊടി പാറുണ്ട്. അതന്നെ നമ്മളെ വൈക്കോല് പുല്ല് ഇതൊക്കെയാണ് ഉണങ്ങിയത് ഞാൻ വീട്ടിൽ മേടിച്ചു വെക്കുന്നത്. പക്ഷെ കൊള്ളാല്ലേ. അപ്പൊ അടുത്തത് കുറച്ച് നല്ല വെയിറ്റുള്ള സാധനം. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പൊട്ടിച്ചു നോക്കാനായിട്ട് കുറെ ഇഷ്ടം. സ്റ്റാൻഡുകൾ ഞാൻ നോക്കാറുണ്ട്, പക്ഷെ എനിക്ക് എവിടെ നിന്നും ഐക്കയിലും അങ്ങനെ കുറേ സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്റ്റാൻഡുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ചെന്നപ്പോ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ എന്നാ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് മേടിച്ച ഒരു സ്റ്റാൻഡാണ്. ഇങ്ങനത്തെ സ്റ്റാൻഡുകളുണ്ടല്ലോ, ഇതിൻ്റെ ഒരു 3 സൈസ് ഉണ്ട്. ഏറ്റവും വലുത്, പിന്നെ അതിൻ്റെ ഒരു മീഡിയം, ഇതാണ് ഏറ്റവും ചെറുത് ഇതിൻ്റെ സൈസിൽ. ഇതന്നെ സെയിം. ഇത് പിന്നെ നമ്മളിവിടെ ഫിക്സ് ചെയ്യണ സമയത്ത് ഞാനത് പിന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് പിന്നെ ഞാൻ ഇക്കേണ്ട സാധനങ്ങൾ വാങ്ങിച്ചാൽ ഒരെണ്ണമൊക്കെ കിരണ വാങ്ങിച്ചു കൊടുക്കണല്ലോ. അതിന് വേണ്ടി വാങ്ങിച്ച ഒരു സാധനമാണ്. കിരണ പിന്നെ ഈ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് സംഭവം നല്ല അടിപൊളി സാധനമാണ്, കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് കുറേ സാധനങ്ങൾ ഇവിടെ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കൊള്ളാല്ലേ, നല്ല സാധനമാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പം ഞാൻ മേടിച്ചതെല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. നല്ല റേറ്റ് കുറവിന് നല്ല നല്ല കുട്ടി സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് കിറുനെ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു ഞാൻ. ഇത് നൈറ്റ് ഡ്രസ്സാണ്, നല്ല ക്യൂട്ട് നൈറ്റ് വെയർ ആണ് മേടിച്ചു വെക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്ത് കാണാം അതിന്. നല്ല രസമുള്ള ടോപ്പും അതിൻ്റെ ഒരു കഷ്ണം എന്താ പറയുക സൗസറും അത് രണ്ടും. ഇതിൻ്റെ തന്നെ സെയിം ഞാനൊരു 3 എനിക്ക് 100 ദിറംസിന് 3. അതിൻ്റെ 3 കളറുകളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. സെയിം അതിൻ്റെ ബ്ലാക്കും ഒരു മെറൂണും, അങ്ങനെ ഒരു 3
നൈറ്റ് വെയർ ആണ് ഉള്ളത്. അത് 3 എപ്പോൾ പോയാലും എനിക്ക് ഈ ഒരു കളറിനോടാണ് എനിക്ക് പോവാൻ. അപ്പോൾ ഈ ഒരു ടോപ്പിൽ തന്നെ ഒരു ഗിൽട്ട്, അപ്പൊ ഈ ഒരു ടോപ്പിൽ നമുക്കൊരു സിൽവർ കളറ് ഗ്ലിറ്ററിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഒരു സിംപിളി, പക്ഷെ ഇതെനിക്ക് കുറച്ച് വലുത് പോലെ ഉണ്ട്, കുറച്ച് ലൂസ് ടൈപ്പ് ആയിട്ട് ഇടാം. അതും ദേ ഒരു പാൻറ്റും. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അങ്ങനെ ഇത് പക്ഷെ നമ്മുടെ മേലിലൊന്നും ആവില്ല കേട്ടോ, ഇത് പോരൊന്നുമില്ല. കണ്ടോ നല്ലോണം എന്താ പറയാ, ഇങ്ങനെ ആക്കിയാലും സംഭവം അങ്ങനെ കയ്യിലേക്കൊന്നും ആവണില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ മേലും ചില ഡ്രസ്സുകളുണ്ടല്ലോ നമ്മൾ മേടിച്ചാലും നമ്മുടെ മുഖത്തും ഫുൾ നമ്മളും തിളങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനൊന്നുമില്ല, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ. അടുത്തതും ഡ്രസ്സാണ്. അടുത്തത് ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് വിന്റർ സീസൺ ആണ്, അങ്ങോട്ട് തുടങ്ങായി തണവ്. അപ്പോൾ കുറച്ച് തണവിനുള്ള ഡ്രസ്സും കൂടി ഞാൻ മേടിക്കും. മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് മുതലാക്കിയിട്ടുണ്ട്. ഇതാണ് പാൻറ്, ഇതിന്റെ വന്നിട്ട് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇത് ബ്ലാക്കിൽ വന്നിട്ട് ഒരു ഡ്രസ് പീസ്. ഇതിനെന്താ വള്ളിയിലേക്ക്, ഇതെന്തിനാ? ഇത് നമ്മൾ കണ്ടില്ലല്ലോ. അടുത്ത തവണ ഡ്രൈൻ മാട്ട് പോകുമ്പോ കൈ പിടിച്ച് കെട്ടിയിടാനാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കതും എന്റെ കീറും ഇത് എന്റെ കൈ കെട്ടിടും. അവിടെ ഡ്രാഗൺ മാട്ടി പോയ ഡ്രസ്സ് എടുക്കാതിരിക്കാൻ വേണ്ടി, ഡ്രസ്സ് നല്ല സാധനങ്ങൾ എടുക്കാതിരിക്കാല്ലേ നോട്ടി ആവുന്നുണ്ട്. ഓക്കെ ഇതെനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വേണോ വേണ്ടേ വേണം 2 വട്ടം ആലോചിച്ചു. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞു എടുക്കൂ. അപ്പൊ ഞാൻ കയറും 2 വട്ടം ആലോചിച്ചപ്പോഴും എടുക്കുന്നല്ലോ പറഞ്ഞേ. 2 വട്ടം ആലോചിച്ചപ്പോൾ എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും കീറ് പറഞ്ഞു. കീറിന് മുഖത്ത് നോക്കി കീറ് പറയും എടുത്തോളൂ, കുഴപ്പമില്ല, എടുക്കൂ. അപ്പൊ പിന്നെ ഭർത്താക്കന്മാരുടെ സന്തോഷമില്ല നമുക്ക് വലുത്. അപ്പം അങ്ങോട്ട് എടുത്തു. നല്ല ഇത്രയും വലുപ്പമുള്ള ഒരു ടോപ്പ്. എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇടാട്ടോ. നല്ല ടോപ്പല്ലേ. പാൻറ്റാണ് ഇത്. ടോപ്പും ഈ ഒരു പാൻറ്റും അതിനൊരു കോട്ടും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കോട്ടും. പക്ഷെ ഇതൊക്കെ എവിടെ വെക്കാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ വീട്ടിലെ സ്ഥലമില്ല വെക്കാൻ. എടുത്തുകൂട്ടി ഒരു വീട് കിട്ടുമോ നമുക്ക്? മിക്കതും അവിടെ തന്നെ ഒരു റൂം സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇനി ഇവിടെ മേടിച്ച് വെക്കാൻ സ്ഥലമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എൻ്റെ കണ്ണും മനസ്സും കയ്യൊക്കെ ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോവും. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. ഞാൻ വാങ്ങിച്ചതിലെ ഏറ്റവും അതായത് കീറുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോണത്. കീറു എക്സൈറ്റഡ് ആണോ? കീറു ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കാണിച്ചത്. ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. വീട്ടിലെ വെറുതെ ഒഴിവ് സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വെറുതെ എനിക്ക് ഇഷ്ടമല്ല. കൂട്ടിനാരെങ്കിലൊക്കെ വേണം. കൂട്ടിനാരെങ്കിലൊക്കെ വേണം. വെറുതെ എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടേ മേടിച്ചതാണ്. അഴകാർന്ന കൂന്തൽ നന്നായിട്ടുണ്ടല്ലേ. വീട്ടിലൊറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ കൂട്ടുന്നായിട്ട് ഞാൻ വീട്ടിലൊറ്റയ്ക്കല്ലേ. കീറു ഓഫീസിൽ പോകുമ്പോ എനിക്ക് വർക്കൂല്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ബോറടിക്കില്ലേ. അതുകൊണ്ട് കീറു എനിക്ക് കൂട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെന്തിനാ മേടിച്ചെന്ന് വെച്ചാ, ഞാനിവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ ഞാൻ. അപ്പോൾ ഇങ്ങനെ ഹെയർ ചെയ്യാനൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട്. ശരിക്കുള്ള തല കിട്ടില്ലല്ലോ. എത്രയാന്ന് വെച്ചാൽ അങ്ങനത്തെ തല, എൻ്റെ 2 തലകളാണ് 5ഉം ചിന്നും. പക്ഷെ അവരുടെ തലയിൽ മുടി എത്രയാന്ന് വെച്ചാൽ ഞാൻ നശിപ്പിക്കുക. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു തല മേടിച്ചാൽ നമുക്ക് പുതിയ ഹെയർ സ്റ്റൈലൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഈ ഒരു സാധനത്തിലാണ് ഞാൻ മേടിച്ച ക്യൂട്ട് ഐറ്റംസ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊരു വെയിറ്റ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാ ചെണ്ടയല്ല, ബക്കറ്റല്ല, ഇത് നമുക്ക് ഇരിക്കാനുള്ള ഒരു ചെയറാണ്. കൊള്ളാം അല്ലെ? ഇങ്ങനെ പിടിച്ച് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം.
ഇതെന്റെ മാത്രം ചെയറാ. ഇതിൽ ആരാനും ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇനി തൊട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുള്ളൂ. ഇനി തൊട്ട് ഇതിന്റെ മുകളിലേ ഇരിക്കുള്ളൂ, വേറെ എവിടെ ഞാൻ ഇരിക്കില്ല. അങ്ങനെ പറഞ്ഞ് മേടിച്ചൊരു സാധനം ഇവിടെ ഉണ്ട്, അത് വിൽക്കുന്നു പറയുന്നുണ്ട്. അത് ഊഞ്ഞാല്. ഇപ്പൊ രണ്ടാമത് മേടിച്ചത്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കാണാല്. ഇതിൽ നമുക്ക് ഇതിന് 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ഇരിക്കാം, ഒന്ന് ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കാം. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ടിഷ്യൂ ബോക്സ്. ഇതേ നല്ലൊരു ടിഷ്യൂ ബോക്സ്. ഇതിന്നിങ്ങനെ എടുക്കുന്നു, ഇങ്ങനെയാണ് എടുക്കുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരൈറ്റം. വെൽക്കം. ഇപ്പൊ വീണാറ് വെൽക്കം വെൽക്കം. നല്ലൊരു ചേച്ചിയിലെ ഇച്ചിരി പ്രായമായിട്ടുണ്ട്. അടുത്തതാണ് അടിപൊളി സാധനം, ടോയ്ലറ്റ്. കളല്ലേ, പ്ലാസ്റ്റിക് ക്ലിയർ അല്ല. ക്ലിയർ അല്ലല്ലേ? കാണിച്ചാൽ പുറത്തേക്ക് എടുത്തിട്ട് സ്റ്റിക്കറാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ടോയ്ലറ്റ്. ഇത് നമ്മള് എന്തിനാ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇവിടെ കൊളത്തിടണം. കൊളത്തിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എനിക്ക് ഇഷ്ടമായി. ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഇതുമേലേക്ക് അട്രാക്ട് ചെയ്തു ഞാൻ. അതുണ്ടായത് ഡെക്കോർ ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കീറുവിന് ഇഷ്ടപ്പെട്ടത് ജീപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ബൈക്ക്. ഞാനൊരു റൈഡറാണ്. നാട്ടിലെന്നെ റൈഡിനെ കുറിച്ച് ചോദിച്ചാൽ മതി, അറിയും. അല്ല, വഴിയിലത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഇതിന്റെ നമ്പർ പ്ലേറ്റ് എനിക്ക് ഇഷ്ടമായി. 1 2 3 ഉണ്ട്. എന്താ അർത്ഥം? ഓക്കെ, ആതിരയുടെ ആതിര 1 2 3. ഇനി നമ്മൾ മേടിക്കാൻ പോയ സാധനം എന്താന്ന് വെച്ചാ ദേ ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയ ഞാനാണ്. ഈ കണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത് അതെന്റെ തെറ്റല്ലല്ലോ. അവിടെയുള്ള സാധനങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും വരട്ടെ എന്ന്. അപ്പൊ പിന്നെ വിചാരിച്ചു ഓക്കെ നിങ്ങൾ പോന്നോളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അത് മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.